ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഒരു ഐഡിയ ഇല്ലാണ്ട് പോകുന്ന ട്രിപ്പാണിത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 5 എപ്പോഴും ഇറങ്ങി. അപ്പോൾ കുറച്ച് ഓട്ടം ഉണ്ട് അങ്ങോട്ട്, നല്ല രീതിക്കൊരു 4 മണിക്കൂറോ എത്രയോ ഓട്ടോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. ഞങ്ങൾക്ക് 12 മണിക്ക് ചെക്കിങ്ങിനാണ്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തു. റിസോർട്ടിൻ്റെ പേര് ക്രൗഡ് ഹിൽസ് എന്നാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും വഴിയെ കാണിക്കാം. ഇതാണ് ഞങ്ങൾ പോയ റൂട്ട്. ചുറ്റിനും മരങ്ങളും, ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. ഞങ്ങളാദ്യം വഴി തെറ്റിയെന്നാണ് ഓർത്തത്, പക്ഷേ കറക്റ്റ് റൂട്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു, നമ്മൾ പ്രതീക്ഷേനെക്കാട്ടും നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഒരു വ്യൂ പോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഇതാണ് ഗൈസ് അവിടുത്തെ വ്യൂ. അടിപൊളിയാണ്, നല്ല തണുത്ത കാറ്റാണ്. കാറ്റ് രക്ഷയില്ലാത്തതാണ് ഇവിടുത്തെ, ഭയങ്കര കാറ്റാണ്. ഇതാണ് അവിടുത്തെ സ്ഥലം. വ്യൂ പോയിൻ്റാണ് ഗൈസ് ഇത്. ഞങ്ങൾ ഏതൊരു മലയുടെ മുകളിലാണ്. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ റിസോർട്ടിൽ തിരിച്ചെത്തി. ഇവിടെ എ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ എ ഫ്രെയിം അല്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല അത്. ഞങ്ങളത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഈ കോട്ടേജാണ് കിട്ടിയത്. ഇതല്ല കേട്ടോ റൂം. ഈ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമാണ് ഞങ്ങളുടെ. ഇവിടെ ഫ്രണ്ടിൽ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ, രക്ഷയില്ലാത്ത തണുപ്പ്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് ഗൈസ്. 2 കസേരയും ഒരു ടേബിളും ഈ സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫാനുണ്ട്. ഫാനിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല, കാരണം ഇടാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. പിന്നെ ഒരു കുപ്പി ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഷാമ്പൂ, കബോർഡും കാര്യങ്ങളൊക്കെ, നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബെഡ്. പിന്നെ ബ്രഷ്, സോപ്പ്, പേസ്റ്റൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പിന്നെ TV ഉണ്ട്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു മിററുണ്ട്. ഞങ്ങൾ വരയുന്നതിന് ഹെൽമെറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഒരു ചെയറുണ്ട് അവിടെ. നമുക്ക് ആവശ്യത്തിന് വെക്കാനായിട്ടുള്ള എല്ലാ ഇതും അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഈ റൂം സെറ്റാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ബാത്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് റൂമിൻ്റെ വ്യൂ കാണാം. ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്, കർട്ടനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് വ്യൂ ഗൈസ്. ഇതാണ് വരുന്നത്. പ്ലേ ഏരിയയാണ് ഫ്രണ്ടിൽ. മരങ്ങളായിട്ട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര തണുപ്പുള്ള, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നല്ല നീറ്റാണ്, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ആയിരുന്നപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ചായ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സർവീസൊക്കെ നല്ല ആൾക്കാരാട്ടോ, നല്ലൊരു സർവീസാണ് ഇവരുടെ, ഒരു രക്ഷയില്ലാത്ത. ചായ വന്ന ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ചില്ലേട്ടെ, തൊണ്ടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് നൈറ്റിലെ ഫുഡ് അടി കാണിച്ചു തരാം കേട്ടോ. ഇത് വാഷേരിയാണ്, ഇതാണ് അടുക്കള. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പിന്നെ വരാം. ബൈ. ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. നല്ല രസമാണ് ഗൈസ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സർവീസാണ്. അവിടുത്തെ സ്റ്റാഫിൻ്റെ ആയാലും ഓണറിൻ്റെ ആയാലും സർവീസ് ഒരു രക്ഷയില്ലാത്ത സർവീസാണ്. നമുക്കിപ്പോൾ ഇത്രയും അഫോർഡബിൾ പ്രൈസിന് ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റേ ആണ്.
പിന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് DJ സെറ്റ് ചെയ്ത് അവർ തരും. പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, പിന്നെ ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് എല്ലാം അവർ നല്ല രീതിയിൽ ചെയ്തു തരും. നമുക്ക് എന്താണോ ആവശ്യം അത് അവർ നല്ലപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. പിന്നെ പൂളുണ്ട്. പ്രത്യേക ഒരു കെയറാണ് അവർ നമുക്ക് തരുന്നത്. സർവീസ് ഇത്രയും എടുത്ത് പറയാനായിട്ട് അത്രയും നല്ല ഇതായത് കൊണ്ടിട്ട് മാത്രമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരിക്കലും പറയില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരണം, ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഇതാണ് ഗൈസ് ഇവിടുത്തെ എൻട്രൻസ്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. നമ്മൾ കയറി വരാൻ നേരത്ത് കണ്ടില്ലേ, അതാണ്. അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ആനക്കുട്ടീനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പൂളൊന്ന് കാണിച്ചു തരാം. പൂളിൽ ഇന്ന് എന്തായാലും ഇറങ്ങുന്നില്ല, നാളത്തെ വീഡിയോയിൽ പൂളായിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ ജസ്റ്റ് പൂൾ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് പൂൾ ഏരിയ. നൈറ്റ് ഇങ്ങനത്തെ സെറ്റപ്പാണ്. ഇപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തകർത്തിട്ട് പോയതേ ഉള്ളൂ. ഗ്രൂപ്പായിട്ട് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഫ്രെയിമിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് പിള്ളേരൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതാണ് ബാക്കിൽ ഇപ്പോൾ കാണുന്നത്. അവിടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവിടെ പോയി വീഡിയോ എടുക്കാത്തത് അവർക്കൊരു ഡിസ്റ്റർബ് ആവണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഗുഡ് നൈറ്റ്, ലവ് യാൻ, ബൈ.